നമസ്കാരം, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തില്ല. ഒരുപാട് ഓർഡേഴ്സാണ് നമുക്ക് ഇത്തവണ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീടുകളിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഹോം ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ്, സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്, DTDC ത്രൂ അല്ല. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ഹോം ഡെലിവറി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പറയണം. കാരണം നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്തമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വാട്സപ്പിലായാലും വീഡിയോയിലായാലും ഷോർട്ട് വീഡിയോയുടെ താഴെ ആയാലും എപ്പോഴും കോൾ ചെയ്യുമ്പോഴും ഒക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്ന സംശയത്തിനുള്ള കുറച്ച് ഉത്തരങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഒരുപാട് റിസൾട്ടുകൾ നമുക്കിതിൽ അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഇനി ഞാനിതിനെപ്പറ്റി എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സംശയം വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ വീഡിയോ വെച്ച് കാണാം. കാരണം ഓരോ സമയത്തും നമ്മൾ വീഡിയോസ് വരുമ്പോഴാണ് അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് ചെയ്യാനൊരു ത്വര എല്ലാവർക്കും ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം എന്നെ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസിനുള്ള കുറച്ച് ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് ചോദിക്കുന്നത് 2 എണ്ണയുണ്ട്, ഏത് എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്? അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചോദ്യം. ഒന്ന് കരിഞ്ജീരക എണ്ണയാണ്, ഒന്ന് നീലാമരി എണ്ണയാണ്. നീലാമരി എണ്ണയിൽ കരിഞ്ജീരകം യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയും ചോദിക്കുന്നവരുണ്ട്. നീലാമരി എണ്ണയിൽ കരിഞ്ജീരകം ഇടാറുണ്ടോ? ഇല്ല. കരിഞ്ജീരകം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടും കാണിച്ചിട്ടുണ്ട്. നീലാമരി എണ്ണയുടെയും അങ്ങനെ തന്നെയാണ്. ഇനി ചോദ്യം, കരിഞ്ജീരക എണ്ണയാണോ നീലാമരി ഹെയർ ഓയിലാണോ യൂസ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏതെണ്ണ ചൂസ് ചെയ്യണത്. നിങ്ങൾക്ക് മുടിക്ക് ഉള്ളാണ് വേണ്ടത്, നല്ലപോലെ സ്ട്രെസ് ഉള്ള ഒരാളാണ്, ഉറക്കക്കുറവുണ്ട്, എന്തെങ്കിലും തൈറോയ്ഡ് ഇംബാലൻസ് ഉണ്ട്, PCOD ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മറ്റെന്തെങ്കിലും ഉണ്ട്, നല്ല ഹെയർ ഫോൾ ഉണ്ട്, മുടി ഉണ്ടായിരുന്ന ഒരാൾക്ക് മുഴുവൻ കൊഴിഞ്ഞു പോയി, ഇനി തിരിച്ച് വളർത്തണം, അതിന് വേണ്ടി അതാണ് മുടിയുടെ ഉള്ളിൽ ഓരോരോ സ്കാൽപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ മുടി വളരണം, അതിന് ഏത് എണ്ണയാണ്? അതിന് ഏറ്റവും നല്ലത് കരിഞ്ജീരകമാണ്. കാരണം കരിഞ്ജീരകം ഞാൻ ഇപ്പോഴും പറയേണ്ട ഒരു സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഹെർബാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഹെർബാണ്. അതിനൊരു കണക്കുണ്ട്, നമ്മൾ അത് പാകവിധിയോട് കൂടിയിട്ടാണ് നമ്മുടെ എണ്ണ കാച്ചി കൊടുക്കുന്നത്. അപ്പോൾ കരിഞ്ജീരക എണ്ണ യൂസ് ചെയ്യുക എന്നുള്ളത് മുടിക്ക് ഉള്ളു വരാനാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും, അതിനാണ് കരിഞ്ജീരകം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രേ ഹെയർ ഉള്ളവർക്ക് കരിഞ്ജീരകം വളരെ ഇഫക്റ്റീവാണ്. കാരണം മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമുക്കറിയാം, ഈ കുഴലിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു ഈ മുടിയിലേക്ക് ഉള്ള ബ്ലാക്ക് കളറിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നതും കുറയുന്നതിനൊക്കെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വന്ന് പ്രോപ്പറായിട്ട് അത് വരണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു എണ്ണ നമ്മൾ ചൂസ് ചെയ്യണം. അതിനൊക്കെ നമുക്ക് കരിഞ്ജീരകം വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ്, ഞാൻ മുടി നല്ലപോലെ കഷണ്ടി ആയിട്ടുള്ള ആളുകൾക്ക് വരെ ഹെയർ ഗ്രോത്തിന് പുതിയ മുടി വളരാനായിട്ട് കരിഞ്ജീരക എണ്ണയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഏതെണ്ണ യൂസ് ചെയ്യണം എന്നുള്ള ഒന്നാമത്തത്, കരിഞ്ജീരക എണ്ണ ഉപയോഗിക്കേണ്ട ആളുകൾ ഈ പറഞ്ഞ ടൈപ്പിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളാണ്. രണ്ടാമത്തേത് നീലാമരി എണ്ണയാണ്. നീലാമരി എണ്ണ എന്ന് പറയുന്നത് സൈനസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക്, അതായത് എന്ത് ഒരു സംഭവം തലയിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് നീരിറക്കം സംഭവിക്കുക, തലവേദന ഉണ്ടാവുക, അതുപോലെ കോൾഡ് പിടിക്കുക, ഈ സൈനസിലേക്കൊക്കെ നീരിറക്കം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും നീലാമരി എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നീലാമരി എണ്ണ നമുക്ക് മുടിയുടെ ഹെയറിൻ്റെ ഗ്രോത്ത് കൂട്ടാനായിട്ട്, അതായത് ഉള്ള മുടിയുടെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് നീലാമരി എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. ഇനി വരുന്നൊരു ചോദ്യമാണ്, കരിഞ്ജീരക എണ്ണയും നീലാമരി എണ്ണയും ഒരുമിച്ച് യൂസ് ചെയ്യണോ? ഒരെണ്ണം മാത്രം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടില്ലേ? കാരണം ഒരുപാട് പേര് 2 എണ്ണയും കൂടെ മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് റിസൾട്ട് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഡിപ്പെൻസ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒന്നില്ലെങ്കിൽ ഒരു 3 മാസം അടുപ്പിച്ച് ഉപയോഗിച്ച റിസൾട്ട്, അല്ലെങ്കിൽ ഒരു 6 മാസത്തോളം ഉപയോഗിച്ച റിസൾട്ട്, അല്ലെങ്കിൽ ഒരു 1 ഇയർ ആയിട്ട് വരുന്ന റിസൾട്ട്, സ്ഥിരമായിട്ട് നമ്മൾ എണ്ണ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങുന്ന നാൾ മുതൽ ഇതുവരെയുള്ള റിസൾട്ട്, ഇവിടെയൊക്കെ കാണുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഇന്നൊരു എണ്ണ കണ്ടു, അതിലേക്ക് നാളെ ഒരാഴ്ച അത് തേച്ചു, അത് നമുക്ക് മുടി വളരണില്ല എന്ന് തോന്നി, നമ്മൾ അത് വിട്ടു, അടുത്തേക്ക് സ്വിച്ച് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് റിസൾട്ട് കിട്ടാത്തത്. ഏതൊരു കാര്യവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ. നിങ്ങളൊരു അസുഖത്തിന്, പലരും ചോദിക്കാറുണ്ട് ഈ എണ്ണ എത്ര കാലം ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുക? ഇതൊരു അസുഖത്തിന് കൊടുക്കുന്ന ഒരു മരുന്നല്ല. അതുകൊണ്ട് നമുക്ക് എത്ര കാലം ഉപയോഗിച്ച് നിങ്ങൾ നിർത്തിയ അസുഖം മാറുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട്, ഇപ്പോൾ ഷാമ്പൂ, കണ്ടീഷണർ, സംസ്കാരം പോലെ തന്നെ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം
എണ്ണ യൂസ് ചെയ്യാനുള്ള സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പണ്ട് തുടങ്ങിയുള്ളത്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എണ്ണയാണെന്ന് മനസ്സിലാക്കുക. അപ്പം കരിഞ്ജീരക എണ്ണ മാത്രമേ യൂസ് ചെയ്താൽ മതിയോ? കരിഞ്ജീരക എണ്ണ മാത്രമേ യൂസ് ചെയ്താൽ മതി. മുടിക്ക് നല്ല ഉള്ളു വരാനും ഗ്രേ ഹെയർസൊക്കെ കവർ ചെയ്ത് പോകാനും നര കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുടിക്ക് നീളം വയ്ക്കാനും കരിഞ്ജീരകം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നീരിറക്കമുള്ള എല്ലാ ആളുകൾക്കും, ചെറിയ കുഞ്ഞുങ്ങൾ, 1 വയസ്സായ കുഞ്ഞുങ്ങൾ മുതൽ എത്ര വയസ്സായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണ് കരിഞ്ജീരകം ഹെയർ ഓയിൽ. തെച്ചിയും തുളസിയും നാളികേരപ്പാലൊക്കെ ചേർത്ത് കരിഞ്ജീരകം ഇട്ട് കാച്ചുന്ന എണ്ണ. നീലമരി എണ്ണ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നീലമരി എണ്ണയുടെ റിസൾട്ട് ഞാൻ ഇടാം. അതായത് നീലമരി എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട്, ഹെയർ ഗ്രോത്ത് വന്നിട്ടുള്ള ഒത്തിരി റിസൾട്ട് നമുക്കുണ്ട്. അങ്ങനെ മാത്രം ചെയ്യുന്നവരുണ്ട്. പക്ഷേ സൈനസിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഒന്നും തന്നെ നീലമരി എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് കരിഞ്ജീരകം കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കരിഞ്ജീരകം മിക്സ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കണം? ഇനി എങ്ങനെയാണ് എടുക്കേണ്ടത്? ഒരു ദിവസം കരിഞ്ജീരകം, ഒരു ദിവസം നീലമരി, അങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല. ഓരോ കസ്റ്റമേഴ്സും ഡിഫറെൻ്റ് ആണ്. അവരുടെ ഹെയർ കെയറിന് കൊടുക്കുന്ന ടൈമും ഡിഫറെൻ്റാണ്. പല സമയങ്ങളിലൊക്കെയാണ് അവരുടെ ഹെയർ കെയർ. അപ്പോൾ അത് തന്നെ അതേ റൊട്ടീനൊന്ന് ചോദിക്കുമോ, ഞങ്ങൾക്കത് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ നടക്കില്ല അത്. പിന്നെ വരുന്നത് കരിഞ്ജീരക എണ്ണയും നീലമരി എണ്ണയും എടുക്കണ സമയത്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു കുപ്പിക്കുള്ളിൽ കരിഞ്ജീരകവും നീലമരിയും ഒരുമിച്ച് ഒഴിച്ചു വെക്കട്ടെ എന്ന്. അങ്ങനെ ചെയ്യണ്ട. കുളിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് കരിഞ്ജീരകവും കുറച്ച് നീലമരിയും കൂടെ ഒഴിച്ചിട്ട്, ഇപ്പോൾ സൈനസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കരിഞ്ജീരകം കുറച്ച് കൂടുതൽ എടുക്കുക, നീലമരി കുറച്ച് ഒഴിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യുക. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ എണ്ണ കൂടുതൽ നമ്മൾ തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഷാമ്പു യൂസ് ചെയ്യണം. ഷാമ്പു യൂസ് ചെയ്ത് കളഞ്ഞ് കണ്ടീഷണറും കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോഴേ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ആവും. പണ്ട് നമ്മൾ ഷാമ്പുവിന് പകരം താളി ഉപയോഗിച്ചിരുന്നു. എണ്ണ തേച്ച് തലയിൽ അങ്ങനെ വെക്കാറില്ല. തലയിൽ എണ്ണ വെക്കും തോറും ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല എയർ സർക്കുലേഷൻ അത് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ റിസൾട്ടും നമുക്കങ്ങനെ എനിക്ക് വേണ്ടി മാത്രം അയച്ചു തരുന്നുണ്ട്. നമുക്ക് കാരണം നമ്മളിങ്ങനെ ഈ എണ്ണയിലും ചൂടത്തും ഒക്കെ കിടന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ റിസൾട്ടുകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, തൃപ്തിയും വീണ്ടും ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം ഉണ്ടാവും. പക്ഷെ അത് എല്ലാവർക്കും, ചിലർക്ക് പബ്ലിക്കായിട്ട് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒത്തിരി പേരുടെ കമൻസുകളൊക്കെ ഉണ്ടാവും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഹെയർ ഓയിൽ ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും അതിനെ കണ്ണും അടച്ച് വിശ്വസിച്ച് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളും അതുപോലെ തന്നെ പരമാവധി മാക്സിമം അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നിങ്ങളിലേക്ക് ഓരോ പ്രൊഡക്റ്റും എത്തിക്കുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് ശതാവരി ലേഹ്യം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ശതാവരി ലേഹ്യം എപ്പോഴാണ് ചെയ്യാം. ഓണത്തിൻ്റെ തിരക്കൊന്ന് കഴിയട്ടെന്ന് വിചാരിച്ച് വെച്ചതാണ്. ലിപ് ബാം വരാനുണ്ട്. അതുപോലെ തന്നെ ഹെയർ കണ്ടീഷണർ. ഷാമ്പു നമ്മൾ ചെയ്യുമ്പോൾ കണ്ടീഷണറോട് ഒരുമിച്ച് ചെയ്യണം. അതിന് പക്ഷെ ഒന്നും സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും റിസൾട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അപ്ഡേറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. ഈ 3 പ്രൊഡക്റ്റാണ് ഇനി അപ്കമിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അമ്മാസിൻ്റെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അതുവരേക്കും താങ്ക് യു.